ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ്. നമ്മുടെ ഓണസദ്യക്കും വിഷു സദ്യക്കും ഓരോ ഫംഗ്ഷനും ഒക്കെ ഇലയിൽ വിളമ്പാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പച്ചടിയാണ് ബീറ്റ്റൂട്ട് പച്ചടി. ഇതേപോലെ നല്ല തിക്കിലുണ്ടാക്കണം, അല്ലെങ്കിൽ ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറി ഒലിച്ചു പോകും. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വലിയ ബീറ്റ്റൂട്ട് ഞാനിതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി. അപ്പം ഞാനിത് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിനൊരു പച്ചമണം ഉണ്ട്, അത് മാറണമെങ്കിൽ നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കണം. ഇത് വേവാൻ ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ കല്ലുപ്പും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുക്കർ അടപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് പിന്നെ 2 വിസിലും കൂടെ, ആകെ മൊത്തം 3 വിസിൽ. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ എല്ലാ എയറും പോയി കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ബീറ്റ്റൂട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ബീറ്റ്റൂട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. വല്ലാതെ അരച്ചെടുക്കേണ്ട, ഒരു നോർമലായിട്ടൊന്ന് അരഞ്ഞു വന്നാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ പച്ചടി ഉണ്ടാക്കാൻ പോണത് ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ ഞാൻ ഈ ബീറ്റ്റൂട്ട് അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആ മിക്സിയുടെ ജാറിൽ തന്നെ ഞാനൊരു 1/2 മുറി തേങ്ങയും 4 പച്ചമുളകും 4 ചെറിയുള്ളിയും 1 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ആ അരവിന് ആവശ്യമായ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരവ് നമ്മൾ ആ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ തീ കുറച്ചിട്ടിട്ട് ഈ മൺചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വളരെ ചെറിയ തീയിൽ ഈ അരവൊക്കെ ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. അതിന് വേണ്ടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം നമുക്ക് ഈ അരവൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പച്ചമണം, നാളികേരത്തിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടി ഈ ബീറ്റ്റൂട്ടായിട്ട് ഈ അരവ് സെറ്റായിട്ട് വരും. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തൈര് മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ തൈരും ഈ ബീറ്റ്റൂട്ടും എല്ലാതും കൂടെ മിക്സ് ആവുന്ന തരത്തിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്ന് പച്ചടി ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ കഴിക്കാൻ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് ഈ ബീറ്റ്റൂട്ട് പച്ചടി. നമുക്ക് ഈ മോര് വല്ലാണ്ട് തിളച്ചൊന്നും പൊന്നണ്ട, ജസ്റ്റ് ഒന്ന് തള വന്നാൽ മാത്രം മതി. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഇതിപ്പോൾ ഞാനൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. മൺചട്ടിയിലായതുകൊണ്ട് നന്നായിട്ട് ചൂട് നിന്നോളും. അപ്പോൾ ഞാൻ ഈ അടപ്പൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ ചീനച്ചട്ടി താളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും നല്ല മിക്സാക്കിയിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ ബീറ്റ്റൂട്ട് പച്ചടി. ചോറിലൊക്കെ ഈ പച്ചടി ഒഴിക്കുമ്പോൾ തന്നെ കഴിക്കാൻ നല്ലൊരു ഇമ്പ്രഷൻ കിട്ടും. പിന്നെ ഇത് ഒലിച്ചു പോകുന്നില്ല. അങ്ങനെ ചാറുകറിയൊന്നും നല്ല കുറുകിയ കാളൻ പോലത്തെ കറിയാണ്. ഇപ്പോൾ ഞാനൊരു ഡിഷിലേക്ക് പകർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, ടാറ്റാ.